സസ്പെൻസ്. അതെ, ഞാൻ ഈ പറയാൻ പോകുന്ന വിവരം മൂന്നാമതൊരാൾ അറിയരുത്. നമ്മൾ തന്നെ ഇപ്പൊ 3 പേരുണ്ടല്ലോ. മൂന്നെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടിട്ട് നിങ്ങളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. 4-മതൊരാൾ അറിയരുത്. അങ്ങനെയെങ്കിൽ അങ്ങനെ പരമരഹസ്യമായിരിക്കണം. എത്ര സമയം ഗ്ലിറ്റോ ചേട്ടൻ വിളിച്ചു ചേർത്തുന്നത് പറ എന്താന്ന് വെച്ചാ. ഇത്തിരി ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ എത്ര നാളെന്ന് പറഞ്ഞാണില്ലേ മോളെ റൊണാൾഡേ ഇങ്ങനെ കഷ്ടപ്പെട്ട് വല്ലവരുടെ ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് ഇങ്ങനെ ജീവിക്കണേ? സത്യം. നമുക്ക് രക്ഷപ്പെടണ്ടേ? ഇനി നമ്മൾ ഈ പദ്ധതിയിലൂടെ കാര്യങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പണിയും എടുക്കാതെ സുഖിച്ച് ജീവിക്കും. അതിപ്പോഴും നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയല്ലേ? ഇത് ആ സുഖമല്ല, പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നമുക്ക് ജോലിക്കാർ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ കൊണ്ടുവരാൻ ആള് കോടീശ്വരന്മാരായി മാറും. നമ്മൾ തെളിച്ചു പറയാമോ? കോടീശ്വരനാവോ? അങ്ങനെയാണെങ്കിൽ 10 ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അതിനൊരു അന്തസ്സുണ്ട്. പിന്നെ അതല്ലേ സമൂഹത്തിൽ നമുക്ക് വിലയും നിലയും ഉണ്ടാവും. എല്ലാ കാശുണ്ട്, പണമുണ്ടെങ്കിലേ പവറുള്ളൂ. അതാണ്. പിന്നെ ഈ വീട്ടില് തങ്കം, മുത്ത്, പിന്നെ കനകൻ, അമ്മാവൻ, അമ്മായി, നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞും ഇവരെ അറിയരുത്. ഇത് ആരും അറിയത്തില്ല. എന്തെങ്കിലും ഇടാകൂടോ ആണോ? നമ്മൾ കോടീശ്വരന്മാരായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ കൂടെ ഒപ്പം കോടീശ്വരന്മാരാവുമല്ലോ. പക്ഷെ ഇത് ഇപ്പൊ തന്നെ ഇത് വെളിയിൽ പബ്ലിസിറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് കുറെ പണിയുണ്ട്, ചെല്ലിപ്പോ. എന്റെ ലില്ലി മോളെ ഇപ്പൊ പറഞ്ഞില്ലേ ഈ പണിയുണ്ടെന്ന്. ഇനി നിനക്കത് പറയണ്ട, പണിക്കാരായിരിക്കും നിനക്ക് ഈ പണി വെച്ചൂടെ. അത്രയ്ക്കുള്ള സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കാം. എന്റെ കൂടെ നിങ്ങൾ നിക്കണം. ഇപ്പൊ തന്നെ നമ്മളെ കുറേ ചില്ലറ പൈസ ശേഖരിക്കണം. പിച്ച പൈസ എടുത്തിട്ട് എന്ന് കോടീശ്വരനാവാനാണ്? പണ്ടം ആരണ്ടായെന്ന് വെച്ചിട്ട് പിച്ച അങ്ങനെ കണ്ണിക്കണ്ട എല്ലാ പൈസയും നമ്മൾ ശേഖരിക്കണ്ട. പഴയ 25 പൈസ നാണയം ഉണ്ടല്ലോ, അത് നമ്മൾ ശേഖരിക്കണം. 25 പൈസയോ? 25 പൈസ പഴയ നാണയത്തിന് ഈ അന്താരാഷ്ട്ര വിപണിയിൽ 1 ലക്ഷം രൂപ വരെ വിലയുണ്ട്. 25 പൈസയ്ക്കാ? അതെന്തിന്? എന്റെ ലില്ലി മോളെ, അത് പല വിശേഷപ്പെട്ട ലോഹങ്ങൾ കൊണ്ടാണ് ആ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. അതിനിപ്പോ നല്ല മാർക്കറ്റ് ഉണ്ട്. ഞാനിപ്പം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കർത്താവ് കൊണ്ടുവന്നായിരിക്കും ഈ നാണയത്തിന്റെ കച്ചവടം ഞാൻ 1-2 പേരുമായിട്ട് ഞാൻ പരിചയപ്പെട്ട നല്ല ബന്ധത്തിലായി. പഴയ 25 പൈസക്ക് ഇപ്പൊ എവിടുന്ന് കിട്ടാനാ? അതൊക്കെ കിട്ടും. നമ്മൾ ശ്രമിച്ചാൽ പലരുടെയും കയ്യിലുണ്ട്. അതിന് നമ്മൾ ആഞ്ഞൊന്ന് പിടിക്കണം. ഈ നാണയ ശേഖരം അങ്ങനെയുള്ള അത് നമുക്ക് ഓരോരുത്തർ, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നിടത്ത് ഞാൻ കളക്ട് ചെയ്യും. നിനക്കറിയാവുന്നത് നീ തപ്പിയെടുക്കുക. നിനക്കറിയാവുന്ന അത്. പക്ഷെ ഈ വീട്ടിൽ മറ്റാരും ഈ വിവരം അറിയരുത്. നിർബന്ധമാണ്, എങ്കിൽ പാളിപ്പോവും. നല്ലോണം വളർന്ന് ചുമ്മാ അല്ല കേട്ടത്തി പറഞ്ഞ. ഈ ലില്ലി ഇതെവിടെ? ഞാൻ വിളിച്ചിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായി? ചേച്ചി പോയാ? അവള് പോയ. പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം നേരെ മുടി വെട്ടാൻ കടയിൽ പോകും. കടയിൽ പോയിട്ട് അതിൻ്റെ അടുത്താന്നല്ലോ എൻ്റെ കൂട്ടുകാരി പല്ലവിയുടെ വീട്, നമ്മുടെ സാജുവിൻ്റെ കടയിലും. അപ്പോൾ അവിടെ കയറും. അവിടെ കയറിയിട്ട് ഞാനത് എങ്ങനെ അത് പിന്നെ മുത്തിനോട് നമ്മൾ സംസാരിക്കണം. അല്ല, മുത്തിനോട് പറയുമ്പോ മോന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുമ്പോ മുത്തും പറയല്ലോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണം. അതൊക്കെ അങ്ങ് ദൂരെ അല്ലേ, അങ്ങ് വെഞ്ഞാറുമൂടൊക്കെ. അവള് പിന്നെ ഇവിടുന്ന് ഡെയിലി കൂട്ടുകാരുടെ വീട്ടിൽ പറയണ്ട. അങ്ങനെ മുടി കഴിഞ്ഞ നേരെ അവിടെ ചെന്നിട്ട് ഇവരെ എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് പോയി നീ മുടി നല്ലൊരു ചീക്കിയ പോയി. ശരിയായിട്ടില്ലടാ, നല്ലോണം ചീപ്പ് മുറിപ്പോ അത് പോയി ചെയ്യിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടോ കേട്ടാ. പതുക്കെ വന്നാ മതി. എങ്ങനെയാണ് കാര്യങ്ങൾ? എങ്ങനെയാണ് പറ. നേരെ പല്ലവിയുടെ വീട്ടിൽ പോകും. പല്ലവിയുടെ വീട്ടിൽ പോയിട്ട് നിലവിൽ ചെല്ലുമ്പോൾ ഇവർ കളിക്കാനൊക്കെ മുറ്റത്തിറങ്ങുമല്ലോ. അപ്പം ഞാൻ ഇടയ്ക്ക് പല്ലവിയുടെ ചോദിക്കുന്നത്, തക്കട് പറയുന്നിട്ടല്ലോ നമുക്ക് നാണയത്തിൻ്റെ ശേഖരണം ഉണ്ടല്ലോ, കൊച്ചുങ്ങളെ മനസ്സിൽ കള്ളല്ലോ, ഒരു റൗണ്ടെങ്കിൽ ഒന്ന് കാണിക്കാവോ? ഇപ്പം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ കൊച്ചെടുത്ത് നാണയം കാണിക്കും. അതിനകത്ത് 25 പൈസ ഉണ്ടെങ്കിൽ ഷും എൻ്റെ പോക്കറ്റ് അടിച്ചു മാറ്റാൻ പോയാണ്. പിന്നല്ലാതെ അങ്ങനെ വേണ്ട, അടിച്ചു മാറ്റാൻ ചോദിച്ചാ പോരെ. അലങ്കാരികമായിട്ട് പറഞ്ഞേ, അതായത് പിന്നെ നാണയ മത്സരം
പഴയ നാണയ മത്സരത്തിനകത്ത് അവനെ പേര് ക്ലബിന്റെ പരിപാടിക്ക് അവന്റെ പേര് ചേർത്തിട്ടുണ്ട്. അപ്പം മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തരാമോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സയ്യൂന്റെ മറ്റേ കൂട്ടുകാരുടെ വീട്ടിൽ പോവാം. ആ കൊച്ചിൻ്റെ കുറേ ഉണ്ടെന്നാ പറഞ്ഞത്. ഉള്ളതാണ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കോയിൻസ് എടുക്കുക. അത് മതി, എല്ലാം കൂടെ വാരി എടുക്കല്ലേ. ആവശ്യമുള്ളത് മാത്രം അവരോട് ചോദിച്ചെടുക്കുക. പരിപാടി ഒന്നും സക്സസ് ആയോണ്ടല്ലോ. സക്സസ് ആവും മച്ചമ്പി. നനഞ്ഞ തുണി കൊണ്ട് ആദ്യമൊക്കെ തുടച്ചെടുക്കുക. എന്നിട്ട് നനയാത്ത തുണി കൊണ്ട് തുടക്കണം കേട്ടോ. കഴിഞ്ഞിട്ടേ 3 കട്ടിലൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. ആ ബെഡൊക്കെ എടുത്ത് വയലത്തിടണം. കുറെ ദിവസമായി ഇപ്പൊ അപ്പക്കുട്ട സാറേ വിളിക്കും. അപ്പൊ ആ സമയത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആ കൊച്ചിനെ മുടി വെട്ടാൻ പോയപ്പോ നിങ്ങൾക്കും കൂടി പോവായിരുന്നില്ല. ഇപ്പൊ നോക്കിക്കോ, ഇവിടെ എന്നും കുറയ്ക്കാതെ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വൃത്തിയായിട്ട് വെട്ടണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവെല്ലാം കഴിച്ചായിരുന്നോ? ഞാൻ വരുന്നതിന് മുമ്പ് ഇപ്പൊ വിട്ടെന്തിനാ? ഇപ്പോഴാകുമ്പോൾ മുടി വെട്ടുന്ന കടയിൽ തിരക്ക് കുറവായിരിക്കും. റൊണാൾഡോ അവനും ഇപ്പോഴാ ഫ്രീ ആണെന്ന് പറഞ്ഞത്. തങ്കം, ഇത് അഴിച്ചിട്ട് മിഷനിൽ തുന്നാൻ പറ്റില്ലേ? 2-3 കീറിണ്ടാവും. മിഷനിൽ തുന്നിയാലോ? ഡാഡി, അവനപ്പോ ഒരുമിച്ചാ പോയേ? പിന്നെ തക്കുടുവിന്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകുമ്പോ പിന്നെ റൊണാൾഡോ കൂടെ പോണ്ടേ? അല്ലെന്ന് മാമിയും കൂടെ ഒരുമിച്ചാ പോയേ? അവള് എന്തോ ഡാൻസ് ക്ലാസ്സിൽ അവിടെ പോണ വഴിക്ക് അവന്റെ കൂടെ ഒരുമിച്ച് ഞാനും വരണം എന്തോ ആവശ്യം എന്നൊക്കെ പറഞ്ഞു അവർ ഒരുമിച്ച് പോയി. തക്കുടുവിന്റെ മുടി വെട്ടാനോ? തക്കുടുവിന്റെ മുടി വെട്ടാൻ പിന്നെ റൊണാൾഡോ പോയി. അപ്പൊ പോണ വഴിക്ക് ലില്ലിക്കും അവിടെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഡാൻസ് ക്ലാസ് അല്ലേ, പിന്നെ എന്താ ആവശ്യം? ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് അവർക്ക് കടയിലോ എന്തോ സാധനം മേടിക്കണോ എന്തൊക്കെയോ പറഞ്ഞു. മിസ്റ്റേക്ക് ഇല്ലേ? അല്ല, കടയിൽ എന്ത് സാധനം മേടിക്കും? ഒരാളിന് എന്തെല്ലാം സാധനം മേടിക്കാം, അത് അവക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ എല്ലാ കാര്യവും നിന്നോട് പറയണോ? അവക്ക് നീ എല്ലാം അവളോട് പറയണോ? നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോണ വഴിക്ക് ഒരു ആവശ്യങ്ങള്. അതിപ്പം മനുഷ്യന്മാർക്ക് എന്തെല്ലാം ആവശ്യം വരും. അമ്മാവൻ എന്തോ സൂചിയുടെ നൂലിന്റെ എന്തോ കാര്യം പറയാം, അതങ്ങോട്ട് നോക്കാം എന്താന്ന്. ഈ റൊണാൾഡിനോട് വരാൻ പറ. ആ കട്ടിലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടണം. അമ്മാവ അവനെ ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടേക്കാണ്. അവൻ മുടി വെട്ടാൻ കൊച്ചിനെ കൊണ്ടുപോയിക്കണല്ലേ, അത് സമയം എടുക്കൂലേ. കടയിൽ ആളും തിരക്കും ഒക്കെ ആണെങ്കിൽ ആളുണ്ടോ ഇല്ലോ എന്നുള്ള ക്ലീറ്റ് ഇവിടെ വന്നിട്ട് എങ്ങനെ അറിഞ്ഞ? ഇവിടെ കഴിഞ്ഞ് വരുമല്ലോ. പറഞ്ഞ അവനായതുകൊണ്ട് അവൻ അവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കും. ഇല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കണ്ടെന്ന്. എന്തോ ഉരുണ്ട് കളിക്കണ്ടല്ലോ. എന്തോ ഉണ്ട്. എന്ത് ഡാഡി കിട്ടുന്നു പരിങ്ങുന്നു. സത്യം പറഞ്ഞ റൊണാൾഡിനെ എന്തിനു വിട്ടതാ? ഇവരുണ്ടല്ലോ അതിനകത്ത്. നന്നായി. അവളിപ്പോൾ റൊണാൾഡോ എവിടെ? ആടാ റൊണാൾഡോ ഇങ്ങോട്ട് വന്നാ 2-3 കട്ടിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇടാണ്ട്. അതിന് റൊണാൾഡോ അതിനകത്തുണ്ടോ? അമ്മാവനെന്താ കണ്ണ് കണ്ടൂടെ? ഇല്ലേ? അപ്പൊ അവനവിടെ റൊണാൾഡിനെ ഞാൻ വേറെ 1-2 ആവശ്യം കൂടി പറഞ്ഞു. ദൈവമേ, മുടി വെട്ടാൻ പോയിട്ട് കാണിച്ചു വെച്ചിട്ട് അയ്യോ മുടി വെട്ടണ കടയിൽ നിന്ന് അവധിയല്ലേ? ഞാനതില് കട അവധിയായിരുന്നു. നിങ്ങൾ എവിടെ പോയിരിക്കും? ഞാൻ വ്യാഴാഴ്ച എന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു. അല്ല, അവൻ മുടി വെട്ടാൻ പോയി. നീ എങ്ങനെ പിള്ളേ കൂട്ടിട്ട് വരുന്നു? അല്ല, ഒരുമിച്ചല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് റൊണാൾഡിനെ ഞാൻ വേറെ ആവശ്യം പറഞ്ഞപ്പോ ഇവര് ഒരുമിച്ചുണ്ടെങ്കിൽ അവനെ ഇവളുടെ കയ്യിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞല്ലോ. ഡാൻസ് ക്ലാസ് പിന്നെ ഉണ്ടായിരുന്നു, പക്ഷെ പിള്ളേര് കുറവായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ് എന്തോ ഇത്, ഒരാള് പുറത്ത് പോയിട്ട് വരുമ്പോ തലങ്ങ് വിലങ്ങ് നിന്ന് 100 ചോദ്യങ്ങൾ ചോദിക്കാതെ അവര് ഡ്രസ്സ് മാറിയ വെള്ളം എന്തൊരു വെയിലായിരുന്നു. മോൻ കണ്ടറിയാം നല്ല ക്ഷീണം. വെയിലത്ത് നിന്നാണോ ഡാൻസ് പഠിപ്പിച്ചത്? വരുന്ന വഴിക്കുന്നു ഓട്ടോറിക്ഷയിലല്ലേ വന്നേ? കൊറേ ദൂരം നടന്നിട്ടാണല്ലോ ഓട്ടോറിക്ഷ കിട്ടിയത്. നിന്റെ ഡാൻസ് ക്ലാസിന്റെ തൊട്ട് താഴെയല്ലേ ഓട്ടോറിക്ഷ? ക്വസ്റ്റ്യൻ ചെയ്യണത് എനിക്ക് തൊണ്ട വരണ്ടിട്ട് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഞാൻ മാർക്ക് അങ്ങോട്ട് പൊന്നോ. ഒരു കഷ്ടം തന്നെ ഈ വീട്ടിൽ. എനിക്കൂടെ ഇച്ചിരി വെള്ളം കുടിക്കാന് എന്റെ തൊണ്ട വരണം. ഞാൻ ഇത്തിരി വെള്ളം നേരത്തെ വെള്ളം എടുത്തു തരാം. ഇവരെന്തിനാ വെള്ളം കുടിക്കുന്നത്? എന്ത് പണി എടുത്തിട്ടാ? എന്തോ ഉണ്ട്. തങ്കാവും ഇതെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് ഇത്. അല്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവരൊക്കെ വിറ്റ പൈസ പോക്കറ്റിലിട്ട് നടക്കണവനാണ് ഈ ഗിരിരാജൻ. എന്നോടാ കളി. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. അമ്മയുടെ കുഞ്ഞാണ്. കഴിച്ച നല്ല ഐസ്ക്രീം അല്ലേ? അപ്പൊ ഇനി വാങ്ങിത്തരേ?
അപ്പൂപ്പന്റെ കുട്ടിയെ സത്യം പറ, നിങ്ങൾ എങ്ങടാ പോയേ? ഒന്നും കഴിക്കട്ടെ. കഴിക്കുമ്പോ പറയാലോ നിനക്ക്. അല്ല, അപ്പൂപ്പന്റെ കുട്ടി പറ, നിങ്ങൾ എങ്ങടാ പോയേ? കഴിച്ചിട്ട് പറയാന്നില്ലേ പറഞ്ഞു. എന്നാ ഞാൻ ആ ഐസ്ക്രീം അവർക്ക് കൊടുക്കാം. എന്നാ പിന്നെ പറ. പറ വേഗം പറ. നീ എന്താ ഈ കണ്ണോണ്ട് ഗോഷ്ടി കാണിക്കണ? പറയടാ. എന്താ? എന്ത്? നിങ്ങൾ പോണം. ആര്? നിങ്ങൾ രണ്ടുപേരും. എന്തുവാടാ, ഞങ്ങള് നിന്റെ അമ്മയും ചേച്ചിയല്ലേ? അമ്മയും ചേച്ചിയും ആണ്, പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റൂല. അതെന്തേ? എന്താടാ? അത് ഞാൻ വാക്ക് കൊടുത്തു പോയി. ആർക്ക്? റൊണാൾഡോ മാമന്. എന്ത് അയ്യോ, എന്ത് വാക്ക് കൊടുത്തെന്ന്? അത് പറ. എന്ത് വാക്കാ റൊണാൾഡോ മാമന് പറയാൻ പാടില്ലായിരുന്നു. നമ്മളടുത്ത് പറയലെന്ന് റൊണാൾഡോ അങ്കിൾ പറഞ്ഞോ നിന്റെ അടുത്ത്? ആ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഐസ്ക്രീം കൂടി തരാട്ടാ. അപ്പൂപ്പനോട് പറ. നീ എന്തായാലും വീണില്ലേ, ഇനിയിപ്പൊ പറയാം. കുഴപ്പമില്ല. അല്ല, അമ്മേനോടും ചേച്ചിനോടും അങ്ങനെ മറച്ചു വെച്ച ദൈവം ശിക്ഷിക്കും. പിന്നെ നരകത്തിൽ പോകും, നൂലി കൂടി ഇങ്ങനെ നടത്തിക്കും. ആര് പറഞ്ഞാൽ അത് ഏക്കൂല. ഇവരോട് പറഞ്ഞതേ അവരറിയണ്ട. മക്കള് പറഞ്ഞു. എങ്ങടാ പോയി? എവിടെ പോയേ? നമ്മള് മുടി വെട്ടാൻ പോയി, അപ്പൊ അവിടെ കടയില്ലായിരുന്നല്ല. അത് അപ്പൂപ്പൻ അറിയാലോ. ചൊവ്വാഴ്ച മുടി വെട്ടണ കടയില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ അപ്പൂപ്പൻ ഐസ്ക്രീം മേടിച്ചത്. അവിടെ നിന്ന് നേരെ എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. എന്താ, കൂട്ടുകാരിയുടെ അച്ഛൻ മുടി വെട്ടുകാരനാണോ? അല്ല, പിന്നെ കൂട്ടുകാരുടെ വീട്ടിലെന്തിനാ പോയേ? കോഴി വാങ്ങിക്കാൻ. എന്ത് കോയ? എന്താ പൈസ. ചില്ലറ പൈസ? കോയ എന്തിന്? നിനക്കെന്തിനാ പൈസ? ഞാൻ കോയിന്റെ മത്സരത്തിൽ പോവല്ലേ. ഞാനറിയാതെ എന്ത് കോയിന്റെ മത്സരത്തിന് നീ പോണേ? അതല്ലേ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും അറിയില്ലെന്ന്. ഈ കോയന്റെ മത്സരം എന്ന് പറഞ്ഞ അത് പോട്ടെ, എന്നിട്ട് അവിടുന്ന് പൈസ കിട്ടിയോ? പിന്നെ കോയിൻ കിട്ടി. കിട്ടിയോ? 4 കോയിൻ കിട്ടി. അത് ആരുടെ കയ്യിലാ? അത് മാമിയുടെ അടുത്തുണ്ട്. എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത്? ആ വീട്ടിൽ നിന്ന് 4 കോയം കിട്ടി. പിന്നെ നിങ്ങൾ എന്താ ചെയ്ത്? പിന്നെ നമ്മൾ വേറെ രണ്ടുപേരെ കൂട്ടുകാരെ വീട്ടിലും പോയി. അതെന്തിനാ? അതെന്തിനാ? കോയിൻ വാങ്ങിക്കാനല്ലേ പറഞ്ഞു. ഈ അമ്മയ്ക്ക് തന്നോ? അത് ശരി. അപ്പൊ 3-4 വീട്ടിലെ കോയം മേടിക്കാൻ കയറി. പിന്നെ സൈ ചേച്ചിയുടെ കൂട്ടുകാരിയുടെ വീട്ടിലും പോയി. എടാ, ഇത്രയും കോയിന് നിനക്കെന്തിനാടാ? അതല്ലേ ഞാൻ പറഞ്ഞു, കോയിന്റെ മത്സരത്തിന് പോണെന്ന്. എവിടെ മത്സരം? ടൗണില്. അതെ. ഇനി എന്താ അടുത്ത പരിപാടി പറഞ്ഞത്? ഇനി എന്താ അടുത്ത പരിപാടി? ഇനി ഐസ്ക്രീം ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, എണ്ണം കൂടി ഉണ്ട്. മുംബൈ പോണോന്ന്. ആര്, നിങ്ങളാ? അല്ല, ഡാഡി റൊണാൾഡോ മാമനും. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണോന്ന്. ബോംബെ പോയി ടിക്കറ്റ് എടുക്കണം. അപ്പൊ അവര് കോയിനും കൊണ്ട് അപ്പൊ ഈ കോയിനും കൊണ്ട് ഞാൻ അല്ല കോയിന്റെ മത്സരത്തിന് പോണത്. നീ മുംബൈക്ക് പോണോ? ഇല്ല, അവര് മുംബൈക്ക് വേറെ എന്തിനൊക്കെയാ പോണേ. ഞാൻ കോയിന്റെ മത്സരത്തിന്. മനസ്സിലായി. നീ കോയന്റെ മത്സരത്തിന് ടൗണില് ഈ കോയിനൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് അവര് രണ്ടുപേരും ബോംബെക്ക് അല്ലേ? കോയിനുകൾ അവര് ബോംബെക്ക്. ഞാൻ പറയാം. ഈ അമ്മാവനുണ്ടല്ലോ, CBI ചോദ്യം ചെയ്യും പോലെയാണ് അത് ഇതെന്ന്. അല്ല, ഞാൻ വരുന്നതിന് മുന്നേ ക്ലിറ്റോ ചേട്ടൻ എന്തെങ്കിലും ചോദിച്ചാ? പുള്ളി ആള് നീ അവിടെ വരുമ്പോ നിന്റെ അടുത്ത് ചോദിക്കുന്നു അറിയാന്നുള്ളതാണ് ഞാൻ അവിടെ കറങ്ങി തിരിഞ്ഞത്. പെട്ടെന്ന് ഞാൻ അകത്തേക്ക് വീഴുന്നു, ക്ഷീണമെന്ന് പറഞ്ഞ് പോകുന്നത്. അതെ, പോയിട്ടെന്തായി? പോയിട്ട് 25 പൈസയും കിട്ടിയിട്ടുണ്ട്, 20-ൻ്റെതും കിട്ടിയിട്ടുണ്ട്, 50-ൻ്റെയും കിട്ടിയിട്ടുണ്ട്. അതിന് ഒക്കെ ലക്ഷങ്ങൾ കിട്ടിയാലും ഞാൻ ഇരന്ന് വാങ്ങിച്ചതാ. അല്ല, അതിന്റെ മാർക്കറ്റ് നമുക്ക് അന്വേഷിക്കാം. എന്നാലും ഡിമാൻഡ് 25-നാണ്. നമുക്ക് ആദ്യം 25-ന്റെ എനിക്ക് 7 എണ്ണം കിട്ടി. പിന്നെ റൊണാൾഡോ ചേച്ചൻ ഒരു 8 എണ്ണം കൂടെ ഒപ്പിച്ചിട്ടേ വരത്തുള്ളൂ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മാക്സിമം കളയ്ക്കാം. പിന്നെ ഞാൻ അൻസാറിനോടും നടരാജനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ പിള്ളേർക്ക് ഈ കോയിൻ കളക്ഷന് വേണ്ടിയിട്ടാണ്. അത് ഇല്ലുമോളെ, നമ്മളിപ്പോ ഈ കഷ്ടപ്പെടണല്ലേ, ഈ കഷ്ടപ്പെടണ നമ്മളടുത്ത് ബെൻസ് കാറിൽ AC-യിൽ അങ്ങനെ വേലസി നമ്മൾ പോകണ്ടല്ലേ. അപ്പൊ ഇപ്പം അത് 7 അവിടെ 8 ഞാൻ ഒരു 30 എണ്ണം കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, ഞാൻ അപ്പം ബോംബെക്ക് വിടും.
എന്റെ പൊന്നോ, അപ്പൊ 30 ലക്ഷം കിട്ടുമോ നമുക്ക്? 30 കിട്ടൂല, ചെറിയ കമ്മീഷൻ മറ്റേ ഏജന്റുമാരൊക്കെ ഉണ്ടല്ലോ. എന്നാലും ഒരു 25 ലക്ഷം നമുക്ക് 25 നമ്മൾ 3ആയിട്ടല്ലേ ഉള്ളു കറക്റ്റ്. ആണ്. അത് 25 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇറക്കുന്നു. വീണ്ടും ഇറന്ന് വീണ്ടും നമുക്ക് 25 കിട്ടുന്നു. പിന്നെ അങ്ങനെ ഇറന്നിറന്ന് നമ്മൾ കോടികളാവുമ്പോൾ നമ്മൾ കോടീശ്വരന്മാരാവും. കോടീശ്വരന്മാരാവും. ആയിക്കോ, സന്തോഷമുള്ള കാര്യല്ലേ? ഞങ്ങളെ ലില്ലിമോള് പറയായിരുന്നു ആ കോടീശ്വരം പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പങ്കെടുക്കായിരുന്നു. കേട്ടിട്ടില്ലേ? ഒറ്റ കോയിൻ മതി ഒറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാനെന്ന് പറഞ്ഞിട്ട്. ജീവിതം മാറി മറിഞ്ഞ് കോടീശ്വരന്മാരാകുമ്പോ നമ്മളൊക്കെ മറന്നു പോകുന്നുള്ള പേടിയുള്ളൂ നമുക്ക്. കോടീശ്വരം പരിപാടി ഇല്ലല്ലോ. എടാ നീ എന്താ വിചാരിച്ചേ ഞങ്ങളൊന്നും അറിയില്ല? എന്ത് എന്ത് എന്തുവാ? ഞങ്ങള് വെറുതെ പോയില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വീഴും തന്നെ ഒന്നുമില്ല. എന്താ ചേച്ചി? അല്ല, ഈ ബോംബെയിൽ പോയിട്ട് ഈ കോയിന്റെ മത്സരമൊക്കെ നടത്തുമ്പോഴേ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ എന്നോടൊക്കെ ചോദിച്ചാൽ മതി. ഇത് ധാരാവിയിൽ വെച്ചാണോ ഈ സംഭവം നടക്കുന്നത്? അമ്മാവനെ കുറച്ച് പിടിയും പാടൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞാൽ സത്യത്തില് എല്ലാം സക്സസ് ആയിട്ട് നിങ്ങളെയൊക്കെ അറിയാം. ഇനിയും കിടന്ന് ഉരുളല്ലേ? ഞങ്ങളെല്ലാം അറിഞ്ഞു രണ്ടുപേരുടെ ഉദ്ദേശം. അയ്യോ, ഇത് സാധാരണ പോലത്തെ തട്ടിപ്പല്ല. അപ്പൊ വേറെ തട്ടിപ്പാണ്? ഇത് തട്ടിപ്പേ അല്ല, ഇത് നല്ല നേരെ മാർഗം. സ്ട്രൈറ്റ്. റൊണാൾഡോ എവിടെ? എന്തേ? സ്നേഹം കൊണ്ട് ഒരു കോടീശ്വരനെ കാണാനില്ല. വേറൊന്നും അല്ല, ഇതിപ്പോ സക്സസ് ആയ നമ്മളൊക്കെ കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് പറയാണ് സത്യം. നല്ലതാണ്. നല്ല ഓണോണ്ട് കുഴപ്പമൊന്നുമില്ല, അറിയാലോ. ഞാൻ ബോംബെയിലുണ്ടായിരുന്ന. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത് കേട്ടാ. അല്ലാതെ ഇതിപ്പോ എനിക്ക് വേണ്ട, നല്ല മഴയുണ്ട്, നനയണ്ട, അകത്ത് കയറിയോ. വാ, നിനക്കുള്ളത് അവിടെ നിന്ന് കിട്ടും. ചെല്ലി തരികയുടെ ആണോ ക്ലീറ്റോ ചേട്ടാ? ഒന്നുമില്ല, ഒന്നുമല്ല. ഇതിലൊന്നും പതറരുത് കേട്ടല്ലേ? ഇതൊന്നുമല്ല. നമ്മൾ കോടീശ്വരന്മാരാവും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നീ ധൈര്യമായിട്ടൊന്നുമില്ല കേട്ടാ. ചെല്ലു. ഒരു കോടീശ്വര കുടുംബം കൂടെ ഇവിടെ കേരളത്തിലുണ്ടാവും. ഒറ്റൊന്നും സമ്മതിക്കില്ല. ആ പെണ്ണിനെയും കൂടി കുരുതി കൊടുക്കും. എൻ്റെ പെങ്ങളല്ലേ അവള്. ഞാൻ മാനേജ് ചെയ്തോളാം. നന്നാവാൻ സമ്മതിക്കില്ല കേട്ടാ. പോകും. ലൈറ്റോയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. ആ വാക്കായിരിക്കും. വെളി തുണിയൊന്നും കിടപ്പില്ലല്ലേ, നല്ല മഴയുണ്ട്. തുണി നേരത്തെ എടുത്തായിരുന്നു, മഴക്കാറുണ്ടായിരുന്നല്ലേ. മഴ സമയത്തും മഴക്കാലം അല്ലെങ്കിലും മഴ പെയ്യും അല്ലേ? ക്ലീറ്റോ ചേട്ടൻ ഒന്ന് പറഞ്ഞ് റൊണാൾഡോ ചേച്ചനും ഉണ്ടായിരുന്നു. ഞാനും തക്കടും കൂടെ പോയിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് 25 പൈസ അത് എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഏട്ടൻ അറിഞ്ഞാവൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, ഏട്ടനറിഞ്ഞാൽ എന്നെ വഴക്ക് പറയുമോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് ഇതിലെന്ത് പ്രശ്നം, ഇത് 25 പൈസയല്ലേ എന്ന് പറഞ്ഞ്. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു സത്യമായിട്ട്. അല്ലെങ്കിൽ ഞാനിതിന് കൂട്ടി നിൽക്കുമോ, എനിക്ക് അറിയില്ലായിരുന്നു ഏട്ടാ. നിനക്കറിയാം സ്റ്റേഷനിൽ ഇതുപോലെ എന്തോരം പറ്റിപ്പ് കേസുകൾ വരുന്നറിയാം. അതിൽ പെട്ട് വരുന്നവരൊക്കെ വെറും ബുദ്ധിയില്ലാത്തവരാണ്. വെറും ബുദ്ധിയിലാണ്. സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളത്. അല്ലാതെ ഞാൻ ചോദിച്ചായിരുന്നു ക്ലീറ്റോ ചേട്ടനോട്. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞു എന്ത് പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല, ഇപ്പൊ ആരും അറിയണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ചോദിച്ചു ആരും അറിയാതെ എന്തെങ്കിലും ഇടാകൂടാണെന്ന് ചോദിച്ചപ്പോ അതൊന്നുമല്ല, ആരും അറിയണ്ട, എല്ലാരും പൈസ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആകുമ്പോഴത്തേക്ക് സന്തോഷമാവുമല്ലോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിതിനൊന്നും ചാടില്ല, ഏട്ടനെ അറിയാമല്ലോ.
ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രശ്നമാവോ? ചോട്ട മുംബൈ മൊത്തേ പോയിട്ട് വരുമ്പോ സോനപ്പപ്പടി ബോംബെ പടം കൊണ്ടുവരാം കേട്ടോ. അച്ഛമ്മേ വാ, വണ്ടിക്കാരെ പോരും. താനെ ബാന്ദ്ര ധാരാവി ബോംബെ. ആ പൊളി. കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലേ? ഒരു ഗ്ലാസ് ഉണ്ട് ഇതിനകത്ത്. അത് പിന്നെ ട്രെയിനിൽ കയറിയിട്ട് വെക്കാം. നിന്റെ പാൻറ് അല്ല, ട്രെയിനിൽ കയറുമ്പോ ബർമുട ഉണ്ട്. എന്നെ അനുയോജനാവുമല്ലോ. അതല്ല, അതെ ട്രെയിനകത്ത് നിന്ന് ചുമ്മാ പൂത്ത് ഉറങ്ങല്. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് വാങ്ങിച്ച് തിന്നരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. വെള്ളം കുടിക്കാമല്ലോ. അത് ഞാൻ വാങ്ങിച്ചു തരാം വെള്ളമൊക്കെ. അത് കുടിച്ചാൽ എത്ര മണിക്കാണ് ട്രെയിൻ? 10:30. ഫ്ലാറ്റ് നമ്പർ 3 ഗാഡിമ ജായക്കെ പഠിച്ച്. അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു. പോണല്ലോ, അതിനാണല്ലോ ടിക്കറ്റൊക്കെ എടുത്ത്. വെറുതെ ആരെങ്കിലും. അതെ, കുറച്ചു കാലം മാമൻ അവിടെ ബോംബെയിൽ താമസിച്ചൊരു പരിചയം വെച്ചിട്ട് ഞാനൊരു ഉപദേശം തരാം. നമ്മുടെ കേരളം പോലെ അല്ല ബോംബെ. അല്ല, അത് അവിടെ ഹിന്ദിയാണല്ലോ. അത് കുറച്ചുകൂടെ വലിയ സംസ്ഥാനമാണ്. കേരളം പോലെ അല്ല, നമുക്കറിയാം. നമ്മളെ എന്തിനെങ്കിലും ഒന്ന് കുനിഞ്ഞ അതുവരെ അടിച്ചോണ്ട് പോണ സ്ഥലമാണത്. നമ്മളിപ്പോൾ ഈ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാലേ ഹിന്ദി അറിയാത്തവരാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അവർ നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ കൂടും. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ മേടിച്ചു തരും കേട്ടാ. വെള്ളം മേടിച്ചു തന്നു കഴിഞ്ഞാൽ അറിയാല. പിന്നെ നമ്മൾ ബോധം വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷെഡ് വരെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അതാണ് ബോംബെ. എന്റെ അമ്മാവ് എന്തിനാ ഇതൊക്കെ പറയണത്? പോവാൻ തീരുമാനിച്ചവര് പോട്ടെ. അവരെ നമ്മൾ പേടിപ്പിക്കണം എന്തിനാ? പൊക്കോട്ടെന്നേ, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ്. അവിടെ ബോംബെയിലെ ചോർ ബസാർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. നമ്മുടെ ഈ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം എന്ന് പോലത്തെ ഒരു സ്ഥലം. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 ഉറുപ്പിയുടെ സാധനം 500 ഉറുപ്പിക്ക് തരാമെന്ന് പറയും. അപ്പം നമ്മൾ അവിടെ ചെല്ലും. എന്നിട്ട് ഈ 500 ഉറുപ്പ്യ നമ്മുടെ നിന്ന് അവർ മേടിച്ചു വയ്ക്കും. സാധനം ചോദിച്ചാൽ തരില്ല. സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കമ്പിവരി അടിയായിട്ട് നമ്മളെ പിടിച്ച് കെട്ടിയിട്ട് അടിച്ച് നമ്മുടെ ജീവനാണ് പോയി കിട്ടും. ഇതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് 1 ഉറുപ്പിയുടെ നോട്ട് കൊടുന്നു തന്നാൽ 5 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞിട്ട് നാട്ടിലൊരു അമ്മയ്ക്ക് ഒരു ലെറ്റർ വന്നു ബോംബെയിൽ. ഈ അമ്മ എന്ത് കാട്ടി? സ്വന്തം മകനെ 1 ഉറുപ്പിയും കൊടുത്തിട്ട് ബോംബെക്ക് വിട്ട്. എന്നിട്ട് എന്താണ്ടായി? ഇവൻ അവിടെ ചെന്ന വഴിക്ക് ഇവനെ പിടിച്ച് കെട്ടിയിട്ട് കമ്പിക്കൊണ്ട് അടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് അമ്മയ്ക്ക് ഒരു ലെറ്റർ തിരിച്ച് ബോംബെയിൽ നിന്ന്. ഈ മകനെ ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ 10 ലക്ഷം ഉറുപ്പിക അടയ്ക്കാൻ. ആ അമ്മ കരഞ്ഞ് കൈ പിടിച്ച് നാട്ടുകാരെന്ന് തെണ്ടി 10 ലക്ഷം ഉറുപ്പിക അയച്ചു കൊടുത്ത്. മോനെ കിട്ടിയ എവിടെ? മോനെ പിന്നെ കണ്ടതേ ഇല്ല. അതാണ് ബോംബെ. അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തേലും ചോദിച്ചു കഴിഞ്ഞാണ്ടല്ല നമ്മളെ തട്ടിക്കളയും. എന്നിട്ട് നിങ്ങളുടെ ഈ ആക്രിയില്ലേ, പഴയ ആക്രി വെക്കണ മറ്റേ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊക്കെ എടുത്ത് വേറെ വണ്ടിയിൽ വിറ്റിയില്ലേ, അതേപോലെ നല്ല മനുഷ്യരൊക്കെ പിടിച്ചാൽ അടിച്ച് കൊന്നിട്ട് കിഡ്നിയും കണ്ണും മൂക്കും വൃക്കൊക്കെ എടുത്തിട്ട് അവർ വിൽക്കും. അതാ സ്ഥലം. അവിടെ പണം കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ ഒന്നും സ്വാധീനമില്ല. അവിടെ ഗുണ്ടകളാണ്, അവരുടെ വിളയാട്ടാണ്. രക്ഷപ്പെടാം. അല്ല, അവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ. അവിടുത്തെ പോലീസുകാരെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെയല്ല. ആദ്യം പോലീസിന് ശമ്പളം കിട്ടി അതിനൊരു വിഹിതം ഈ ഗുണ്ടകൾക്ക് കൊടുക്കണം. എന്നാലേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അതാ ബോംബെ. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്ക് വല്ല ഉപദേശം തരാനുണ്ടോ? ഞാനില്ല. ആരും കിഡ്നി കൊടുക്കൊക്കെ എല്ലാം എടുത്ത പിന്നെ നമ്മൾ പൈസ കൊണ്ടുവന്നിട്ട് കാര്യം. ഞാനില്ല. പോണ്ട പണി. നമുക്കത് ക്ലീറ്റസേ, മുന്നോട്ട് പോയ ശീലമുള്ളൂ കേട്ടോ.
അപ്പോൾ കൂടെ സാറ് ഒരു അടുത്തൊരു മീറ്റിംഗ് പറഞ്ഞിരുന്നു, ഞാനത് മറന്നേ പോയി. എന്താ റേറ്റോ ചേട്ടാ? ഉയിര് കിടന്നാലേ നാളെ വേണമെങ്കിലും കുടുംബത്തിന് രക്ഷപ്പെടുത്താമല്ലോ. നന്നായി. Audience